ഫിസിക്കലി കുറച്ച് റോങ് ബിഹേവിയർ എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുള്ള ജിൻഡോ ചേട്ടൻ്റെ അടുത്തുനിന്നാണ്. ടാസ്കിലാണെങ്കിൽ പോലും ആ പിടിയൊക്കെ ഡേഞ്ചറസ് അത്. ചില മത്സരങ്ങളിൽ അനീതിയായിട്ട് ജഡ്ജ്മെന്റ് ഒരുപാട് തവണ നടന്നിട്ടുണ്ട്. അത് ഓഡിയൻസിന് മനസ്സിലാവുന്നുണ്ട്. അവിടെ പോകുന്നത് ക്രെഡിബിലിറ്റിയാണ്, ഷോയിന്റെയും കൂടി ക്രെഡിബിലിറ്റി അവിടെ പോകുന്നത്. ആ ഒരു ഫോൺ കോൾ വന്ന് അതിന് കൃത്യമായിട്ട് എന്തൊക്കെ സംസാരിച്ചു എന്നുള്ളതിന് ഒരു ക്ലാരിറ്റി കൊടുക്കാത്തത് എവിടേക്കോ അന്ന്. പക്ഷെ എൻ്റെ അടുത്ത് ജാസ്മിൻ പറഞ്ഞിട്ടുണ്ട് എന്താണ് കൺഫറൻസ് റൂമിൽ സംസാരിച്ചെന്നുള്ളത്. ഫോണൊക്കെ ജാസ്മിൻ്റെ ഒരു റീൽ ചെയ്യാൻ കണ്ടു, എന്തോ കുട്ടിയിട്ടൊന്നോ എന്തോ അവൾ പറഞ്ഞതിൽ എന്തോ ഒരു സാധനം അങ്ങനെ കേട്ടത്. അതിൻ്റെ അകത്ത് ഫോൺ ഉപയോഗിക്കാമെങ്കിൽ ഞങ്ങൾക്ക് എന്നേ ഞങ്ങളുടെ ടോട്ടൽ പരിപാടി മാറ്റാം. ഹൈജീൻ ജാസ്മിനെ പറയാൻ ഞാൻ, അതായത് ഈ പറയുന്ന നഖം കടിക്കുക അങ്ങനെയുള്ള സാധനങ്ങൾ മാറ്റി കഴിഞ്ഞാൽ അതും ഓക്കെ ആവും. അതിപ്പോൾ ജിൻഡോ ചേട്ടനും അങ്ങനെ തന്നെയാട്ടാ. പുള്ളി മറ്റേ വാട്ടർ ബോട്ടിലും ചായക്കപ്പൊക്കെ കൊണ്ട് ബാത്റൂമിലൊക്കെ പോകും. സീരിയസ്ലി ഈ ഒരു കാരണം കൊണ്ട് ജാസ്മിന് പുറത്താക്കണം എന്ന് ഗബ്രിയുടെ അടുത്ത് പറയുകയാണെങ്കിൽ അതെന്ത് കാരണമായിരിക്കും? ജാസ്മിനെതിരെ നിൽക്കാൻ അവിടെ ആരും ഇല്ലാത്തതുകൊണ്ട്. ജിൻഡോ അലോരുണ്ട്. അതെന്താ അത്ര ഉറപ്പാണോ? പുള്ളി വരും. ജിൻഡോ ചേട്ടൻ കളിക്കുന്നുണ്ട്. ജിൻഡോ ചേട്ടൻ കറക്റ്റ് ആയിട്ട് സാധനം കൊടുക്കും. കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ജാസ്മിൻ ഇസ് ദ ബെസ്റ്റ് ഇൻ ദർ റൈറ്റ് നൗ ഷീ ഇസ് ദ ബെസ്റ്റ്. ആദ്യത്തെ 2 ആഴ്ച കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ വീട്ടുകാരുടെ പോലും മുഖം നമുക്ക് ഓർമ്മ ഉണ്ടാവില്ല. ദൈവമാണ് ബിഗ് ബോസ്. അശരീരിയാണ്. നമുക്ക് വ്യക്തി അറിയ പോലും ഇല്ലത് ആരാന്ന്. വേറെ ആരെയും നമ്മൾ കാണുന്നില്ല. സ്വപ്നത്തിൽ പോലും നമ്മൾ കാണുന്നത് പുറം ലോകമല്ല, അകം ലോകം. ആ ലോകമാണ് നമ്മൾ കാണുന്നത്. ഹാർവിയോറ ദ എക്സ്ക്ലൂസീവ് കളക്ഷൻ ഓഫ് അഡീനിയം പ്ലാന്റ്സ്. ഇനി നിങ്ങളുടെ വീടിന്റെ അകത്തളങ്ങളിൽ ഹാർവിയോറ അഡീനിയം പ്ലാന്റ്സ് പുഷ്പിച്ചു നിൽക്കും. വെബ്സൈറ്റ് വഴി ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ഇന്ത്യയിൽ എവിടെയും ഫ്രഷ് ആയി ഞങ്ങൾ അഡീനിയം പ്ലാന്റ് നിങ്ങളുടെ വീട്ടിൽ എത്തിച്ചു തരും. കൂടുതൽ വിവരങ്ങൾക്കായി ഹാർവിയോറ വെബ്സൈറ്റ് സന്ദർശിക്കുക. അൺഫിറ്റ് ഇൻ ബിഗ് ബോസ് ആണ്. അപ്പൊ നമുക്ക് അവിടെ വന്ന് റീ എൻട്രിയിൽ അങ്ങനെ ചില ക്രൈറ്റീരിയകൾ കൊണ്ട് പുറത്താക്കണം എന്നുള്ള രീതിയിലേക്ക് ഞാൻ പറയാം ആരായിരിക്കും അത് ഓർക്കുമ്പോൾ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന സംഭവം. ഓക്കെ, സോ ക്രൈറ്റീരിയ പറയട്ടെ. ലേസിനെസിന്റെ പുറത്ത് അതിൻ്റെ അകത്തുനിന്ന് പുറത്താക്കാൻ ഇതുള്ളത് ഐ വുഡ് സേ ഋഷി. മടിയനാണോ? മടിയൻ ഇൻ ദ സെൻസ് ഗെയിമിൽ ഭയങ്കര മടിയാണ്. ഐ മീൻ ടാസ്കിലല്ല കേട്ടോ. ഓക്കെ, ആസ് എ ഗെയിമർ ഹീസ് വെരി ലേസി. അവൻ എപ്പോഴും എവിടെയെങ്കിലും ഇരുന്ന് അനുസരിച്ചോട് സംസാരിക്കുക, അങ്ങനത്തെ പരിപാടി. എനിക്ക് എൻ്റെ പെർസ്പെക്റ്റീവ് ഞാൻ ഒരു മിനിറ്റ്, എനിക്കത് റോങ് ആയിട്ട് തോന്നി പെട്ടെന്ന്. അല്ല, ഋഷി എനിക്ക് വേറെ ആളെ റീപ്ലേസ് ചെയ്യാൻ പറ്റുന്നില്ല. ഇല്ല അല്ല. യെസ്, സോ കൺസിഡർ ഓൺ ഇമേജ്. ഓക്കെ, ഇമേജ് കോൺഷ്യസ് ആയിട്ടുള്ളത് ശ്രീതു വെരി ഇമേജ് കോൺഷ്യസ് ആണ്. ശരണി ചേച്ചി ആയിരുന്നു. ഇപ്പൊ ശരണി ചേച്ചി പോയതുകൊണ്ട് ആ സ്ഥാനം തിരിച്ച് അവിടെ കൊടുക്കുകയാണ്. എന്താ കുറവുകൂടെയും അത്രയും കോൺഷ്യസ് ആണെന്ന് തോന്നാൻ കാരണം അവർ ആർട്ടിസ്റ്റ് അല്ലേ. അവർക്ക് പുറത്തിറങ്ങി കഴിഞ്ഞാലും ഇത് ബാധിക്കരുത് എന്നുള്ള ഒരു സാധനം ഉണ്ടാവും. പിന്നെ ഒരു പെൺകുട്ടി കൂടിയാണ്. ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ഉള്ളിൽ അത് ഞാൻ കംപ്ലൈന്റ് ആയിട്ടല്ല പറയണത്. ഇറ്റ്സ് നോട്ട് എ വീക്ക് തിങ്. ഇമേജ് കോൺഷ്യസ് ഇസ് എ ഗുഡ് തിങ്. എനിക്ക് ഇല്ലാതായി പോയത് മെയിൻ കാരണങ്ങൾ പറഞ്ഞാൽ അതാണ്. ഞാൻ ഇത്രയും നെഗറ്റീവ് വരാൻ കാരണം ഐ വാസ് നോട്ട് കോൺഷ്യസ് അബൌട്ട് വാട്ട് പീപ്പിൾ തിങ്ക്. ഒരു പരിധി വരെ ഹെൽത്തി ആയിട്ടുള്ള ഇമേജ് കോൺഷ്യസ്നെസ് ഇസ് ഗുഡ്. റോങ് ബിഹേവിയർ അങ്ങനെ ഭയങ്കര കാര്യമായിട്ട് കാണിക്കുന്നവരാരുമില്ല. പിന്നെയും ഫിസിക്കലി കുറച്ച് റോങ് ബിഹേവിയർ എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുള്ള ജിൻഡോ ചേട്ടൻ്റെ അടുത്തുനിന്നാണ്. അതായത് പുള്ളി കുറച്ച് ഓവർ എക്സേർട്ട് ചെയ്യും. അതായത് അല്ലാതെ ഇപ്പൊ ആ ടാസ്കിലാണെങ്കിൽ പോലും ആ പിടിയൊക്കെ ഡേഞ്ചറസ് അത്. അതായത് നിങ്ങൾക്ക് അറിഞ്ഞൂടാ, അത് കണ്ടിട്ട് പോലും മനസ്സിലാവില്ല. പറയുന്ന ഒരു കാര്യമുണ്ട്, ഞാൻ പിടിക്കേണ്ട പോലെ പിടിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ ആയിരുന്നില്ല. അല്ല, എടുത്തോണ്ട് ശരിക്കും ഇതായിരുന്നില്ല. ഇങ്ങനെയല്ല പുള്ളി പിടിച്ചാണ്. പുള്ളി ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ പ്രസ് ചെയ്യാം. റോണ്ട് ഈ റിബ്സ് ഈ 2 സൈഡിൽ ഇങ്ങനെ പ്രസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഋഷിയുടെ ഇവിടെ ചതഞ്ഞു. അത് ഡോക്ടർ പറഞ്ഞു. അത് എൻ്റെ ഈ ബാക്ക് സൈഡ് രണ്ടും ഈ റിബ്സ് ഇത് മൊത്തം ഒരു 1.5 ആഴ്ച നല്ല വേദനയായിരുന്നു. അപ്പോൾ പുള്ളി പിടിച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ വീണിട്ട് പുള്ളി പിടി വിട്ടില്ല. അത് അവിടെ പ്രശ്നം. പിടിച്ച് ഒട്ടിച്ചിട്ട് വിടണം. അല്ലെങ്കിൽ ഞാൻ അതും ഒരു പ്രൊട്ടക്ഷനും ഇല്ലാതെ ഞാൻ ഇങ്ങനെ നേരെ ബാക്കിലേക്ക് വെട്ടിയിട്ട പോലെ വീണിട്ട് പുള്ളി എൻ്റെ മുഖത്തെ കൂടെ വീണു. എന്നിട്ട് പുള്ളി പിടിവിടണില്ല. അതൊരു പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ചിലപ്പോൾ ആ ഒരു അപ്പോഴത്തെ ഒരു മറ്റേ റേസ് ഓഫ് ദി മൊമെന്റിൽ പറ്റണമായിരിക്കാം. ഇപ്പൊ ശരണേശ്വരോട് ഉണ്ടായ ഇൻസിഡന്റിലാണെങ്കിലും അങ്ങനത്തെ ഒരു ചെറിയ ഇതിൽ വേറെ ആരും അങ്ങനെ എടുത്ത് പറയാനില്ലാത്തതുകൊണ്ടാണ് ഞാൻ ജിൻഡോ ചേട്ടൻ്റെ പേര് പറയുന്നത്. ഇമോഷണൽ മെന്റൽ സ്റ്റെബിലിറ്റി ഇപ്പോൾ വീട്ടിൽ ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് മറ്റേ ആലോചിച്ചിട്ട് ആരുടെയും മുഖം വരുന്നില്ല. ഞാൻ പറയാം, അപ്സര ഇസ് എ ലിറ്റിൽ ബിറ്റ് ഇമോഷണലി കുറച്ച് അൺസ്റ്റേബിൾ ആണ് ചില സമയത്ത്. പെട്ടെന്ന് ഹേർട്ട് ആവും അപ്സര. നമ്മൾ പറയുന്ന ചില കാര്യങ്ങൾ അല്ലെങ്കിൽ അപ്സരയ്ക്കെതിരെ ഒരു സംഭവം വന്നാൽ അപ്സര പെട്ടെന്ന് ഇമോഷണലി കുറച്ച് റേസ് ആവും. അതും ഞാനിതൊന്നും ഒരു കുറവോ കുറ്റമായിട്ടല്ല പറയുന്നത്. കാരണം എൻ്റെ ഗെയിം അവിടെ കഴിഞ്ഞു. ഞാൻ ഗെയിം പെർസ്പെക്റ്റീവിൽ നിങ്ങൾ ചോദിക്കുന്നത് കൊണ്ട് അതിന് ഉത്തരം പറയുന്നുള്ളൂ.
അപ്സര ഇമോഷണലി കുറച്ച് ചില സമയങ്ങളിൽ വീക്കാണ്. അതായത് അപ്സര ചില സമയത്ത് പെട്ടെന്ന് ട്രിഗേർഡ് ആവും. അപ്സരയുടെ ചില കാര്യങ്ങൾ പറയുമ്പോൾ അല്ലെങ്കിൽ ഗെയിമിൽ തോറ്റു പോകുമ്പോൾ അങ്ങനെ വരുമ്പോൾ അപ്സര പെട്ടെന്ന് അത് ഉള്ളിലേക്ക് എടുക്കും. പറയുന്ന ചില വാക്കുകൾ ഉള്ളിലേക്ക് എടുക്കും. അങ്ങനെ നോക്കുമ്പോൾ അപ്സര. ഹൈജീൻ ഇപ്പോൾ ഹൈജീൻ ഇല്ലാത്തവരായിട്ട് അവിടെ അങ്ങനെ വലിയ കാര്യമായിട്ട് എനിക്ക് ആരെയും തോന്നിയിട്ടില്ല. ജാസ്മിനെ പറയാൻ ഞാൻ, അതായത് ഈ പറയുന്ന നഖം കടിക്കുക അങ്ങനെയുള്ള സാധനങ്ങൾ മാറ്റി കഴിഞ്ഞാൽ അതും ഓക്കെ ആവും. അതിപ്പോ ജിൻഡോ ചേട്ടനും അങ്ങനെ തന്നെയാട്ടാ. പുള്ളി മറ്റേ വാട്ടർ ബോട്ടിലും ചായക്കപ്പൊക്കെ കൊണ്ട് ബാത്റൂമിലൊക്കെ പോകും. സീരിയസ്ലി പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അത് ഓരോരുത്തരുടെ പേഴ്സണൽ ചോയ്സാ. പുള്ളിയുടെ കുപ്പിയല്ലേ, ഞാൻ അതൊന്നും കുടിക്കാറില്ല. അപ്പൊ അത് പുള്ളി കൊണ്ടുപോകാറുണ്ട്. പിന്നെ ഹൈജീന്റെ കാര്യത്തില് അല്ല അങ്ങനെ വലിയ കാര്യമായിട്ട് ഹൈജീൻ ഇഷ്യൂസ് അവിടെ വരാറില്ല. ഓക്കെ, ഇപ്പൊ ഇത്രയും കുറെ ക്രൈറ്റീരിയ കാര്യങ്ങൾ പറഞ്ഞു. എന്ത് കാരണം കൊണ്ട്, ഈ ഒരു കാരണം കൊണ്ട് ജാസ്മിന് പുറത്താക്കണം എന്ന് ഗബ്രിയുടെ അടുത്ത് പറയുകയാണെങ്കിൽ അതെന്ത് കാരണമായിരിക്കും? ജാസ്മിനെതിരെ നിൽക്കാൻ അവിടെ ആരും ഇല്ലാത്തതുകൊണ്ട്. ആണോ? അല്ല, ഷീസ് എ വെരി സ്ട്രോങ് കണ്ടസ്റ്റന്റ്. ഇപ്പൊ അവളെ പറഞ്ഞു തോൽപ്പിക്കാൻ പറ്റണ ആ വീട്ടിൽ ആരുമില്ല. ശരിക്കും പറഞ്ഞു തോൽപ്പിക്കൽ മാത്രമാണോ? വാക്ചാരുതയാണ് ഈ ഗെയിമിൽ ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് ആയിട്ടുള്ള ഒരു ക്വാളിറ്റി. ആ ക്വാളിറ്റി ഏറ്റവും കൂടുതലുള്ള ഒരാൾക്ക് ഓപ്പോസിറ്റ് നിൽക്കാൻ ഒരാളില്ലെങ്കിൽ അയാളുടെ ആ സാധനം അയാൾക്ക് ഉപയോഗിക്കാൻ പോലും പറ്റില്ല. ആ കാരണം കൊണ്ട് വേണമെങ്കിൽ നിങ്ങൾ പുറത്താണെന്നുള്ളത് ഇതിനും വലിയ കോംപ്ലിമെന്റ് കിട്ടാനില്ല ജാസ്മിന്. ജാസ്മിൻ വെരി വെരി ഇന്റലിജന്റ് പേഴ്സൺ. ഞാൻ അതാ പറഞ്ഞത്, എന്റെ ചിന്തിക്കുന്ന രീതിയിൽ തന്നെയാണ് ജാസ്മിൻ ചിന്തിക്കുന്നത്. ഞാൻ സംസാരിക്കുന്ന രീതിയിൽ തന്നെയാണ് കുറെ ജാസ്മിനും ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് എനിക്ക് കണക്ട് ആവും. ഓക്കെ, പലപ്പോഴും ഒരു പക്ഷേ ഇതുവരെ ബിഗ് ബോസിൽ കേൾക്കാത്ത രീതിയിലേക്കുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ ഒരു പക്ഷേ ഒരു അഭിപ്രായം അതിന് അവതാരകൻ ലാലേട്ടൻ തന്നെ പറഞ്ഞു അല്ലെ, ഇത്രയും മോശമായി ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന സീസൺ ഉണ്ടായിട്ടില്ല എന്നുള്ളത് ഒരു ഷാദിയായിട്ടാണ് പറയേണ്ടി വരുന്നത്. ആ ഷോയുടെ ഭാഗത്ത് നിന്ന് വരെ അതിൻ്റെ അകത്ത് നിന്ന് ഒരാൾ നിലയും പുറമെ നിന്ന് കണ്ടെന്നുള്ള രീതിയിലേക്കും ഇത്രയും പ്രശ്നബാധിത പ്രദേശമായിരുന്നു ശരിക്കും സീസൺ 6. ഇൻ ദ സെൻസ് ഭയങ്കര ലൗഡായിരുന്നു. ഭയങ്കര ഭയങ്കര എന്താ പറയാ, അറ്റ്മോസ്ഫിയർ ഭയങ്കര ഒരു കേസ് ആയിരുന്നു. എപ്പോഴും എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടാവും, അനാവശ്യ ഇഷ്യൂസ് കുറെ ഉണ്ടായിരുന്നു. അവിടെയാണ് പ്രശ്നം. അതായത് ഇപ്പോ കംപ്ലൈന്റ് മിഠായി കൊടുത്തില്ല, അല്ലെങ്കിൽ മറ്റേ ചായ ഉണ്ടാക്കി കൊടുത്തില്ല, അങ്ങനത്തെ കാര്യത്തിന് എക്സ്ട്രീംലി വലിയ ഇഷ്യൂ ഉണ്ടാക്കുകയും ചെയ്യും. അത് അവസാനം വരെ വെച്ചുകൊണ്ടിരിക്കുകയും ചെയ്യും. വെച്ചുകൊണ്ടിരിക്കുന്നിടത്താണ് പ്രശ്നം. ഈ സീസണിൽ എനിക്ക് തോന്നിയിട്ടുള്ള ഏറ്റവും വലിയ പ്രശ്നം, ഒരുപാട് പേര് ഉള്ളിൽ വിഷമം വന്നാൽ, ഹേർട്ട് ആയി കഴിഞ്ഞാൽ അത് പറഞ്ഞു തീർക്കുന്ന പരിപാടി ഇല്ല. അതവിടെ വെച്ചോണ്ടിരിക്കുക. അവൻ മരണം വരെ ഞാൻ അവനോട് സംസാരിക്കില്ല എന്നുള്ള ഡിസിഷൻസ് എടുക്കാം. അങ്ങനെ വരുമ്പോൾ അതൊരു ഗെയിമല്ല. ഇറ്റ്സ് നോട്ട് ഗെയിം എനിമോർ. അത് ലൈഫായി, ലൈഫിൽ നമ്മൾ ചെയ്യുന്ന തെറ്റായി. പക്ഷെ അൻസിബേനെ ആ കാര്യത്തിൽ ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യും. കാരണം ഞാൻ ഇറങ്ങുന്ന സമയത്ത് ഞാൻ അൻസിബേനോട് പറഞ്ഞ് സോൾവ് ചെയ്ത് അൻസിബേനെ കെട്ടിപ്പിടിച്ചിട്ടാണ് ഞാൻ ഇതിൽ നിന്ന് ഇറങ്ങുന്നത്. അപ്പോൾ അങ്ങനെ മാറുന്നവരുണ്ട്, മാറ്റം വന്നാൽ നല്ലത്. പക്ഷെ ഭൂരിഭാഗം പേരും ആ പേഴ്സണൽ ഗ്രഡ്ജ് വെച്ച്, ജാസ്മിനൊക്കെയാണ് അത്രയും ഉപദ്രവിച്ചിട്ട് അങ്ങനെയാണെങ്കിൽ ഞാനും ജാസ്മിൻ അതിൻ്റെ അകത്ത് നിൽക്കുമ്പോൾ അതിൻ്റെ അകത്ത് ഒരാളോട് സംസാരിക്കാൻ പറ്റില്ല, ഒരാളുടെ അടുത്ത് മുഖത്ത് പോലും നോക്കാൻ പറ്റില്ല. അത്രയും ഹേർട്ട് ചെയ്തിട്ടുണ്ട്, അത്രയും ലേച്ചമായിട്ടുള്ള അത്രയും ഇതിലുള്ള കാര്യങ്ങൾ അതിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. എത്രത്തോളം പുറത്തു വന്നിട്ടുണ്ടെന്ന് എനിക്കറിയില്ല, പക്ഷെ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് കേട്ടിട്ടുണ്ട്, ഞാൻ ഹേർട്ടായിട്ടുണ്ട്. പക്ഷെ നമ്മളത് വിട്ട് വിട്ട് പോകുന്നതുകൊണ്ടാണ് അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ വി ആർ എ ഫാമിലി, വി ആർ ടുഗെദർ, വി ലിവിങ് ടുഗെദർ. അപ്പോൾ എല്ലാവരും ഒരുമിച്ച് നിൽക്കണം എന്നുള്ളൊരു ആഗ്രഹം കൊണ്ടാണ് ഭക്ഷണം കഴിക്കുന്നവരും ഒരു വട്ടമേശയിലിരുന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മളൊരു കുടുംബമാണ്. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ അത് ഒഴിവാക്കി കഴിഞ്ഞാൽ ഓക്കെ ആവും ആ വീട്. അതിന്റെ പ്രശ്നം മാത്രമേ ഉള്ളൂ. ഇത്രയും ഈ അഭിപ്രായം പറയുന്നതിന്റെ ഒപ്പം തന്നെ കുറേയേറെ ചേഞ്ചസ് വന്നുള്ള സീസൺ കൂടിയായിരുന്നു എന്ന് പറയാതെ പോയി അല്ലെ. സീസൺ 6 ഇപ്പൊ പവർ ടീം ആണെങ്കിലും ഇപ്പൊ ഒരു 6 പേര് വൈൽഡ് കാർഡ് എൻട്രിയിലൂടെ വരുന്നു എന്നുള്ളത് ഇങ്ങനെയൊക്കെ നിൽക്കുമ്പോഴും ഇപ്പൊ ഗബ്രി വീക്ഷിക്കുമ്പോൾ ഈ ഒരു സീസണിൽ ഇങ്ങനൊരു ചേഞ്ച് അല്ലെങ്കിൽ ഇങ്ങനൊരു സംഭവം കൊണ്ടുവന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നല്ലതായിരിക്കും തോന്നിയിട്ടുണ്ടെങ്കിൽ അതെന്തായിരിക്കും ഒരു പുതിയൊരു കാര്യം? അങ്ങനെ ഒന്നുമില്ല. കാരണം ഇത് ആക്ച്വലി ഒരു ഫ്രഷ് സ്റ്റാർട്ട് അല്ലേ. ഇതിലപ്പം നമുക്ക് ഒരു എക്സ്പെരിമെന്റ് ചെയ്യുമ്പോൾ അതിലേക്ക് ഇങ്ങനെ ചെയ്തിരുന്നെങ്കിൽ നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. ഇനി ഇത് ഈ സീസൺ കഴിയുമ്പോൾ ഇതിൽ എന്ത് മാറ്റങ്ങൾ കൊണ്ടുവരാൻ പറ്റും എന്നുള്ളത് നമുക്ക് നോക്കാം. അതായത് ആളുകൾ പെർസീവ് ചെയ്തിട്ട് വേണമെങ്കിൽ മറ്റേ ഒരു ഇന്ന സ്ഥലത്ത് ഇന്ന സാധനം കൊണ്ടുവരാമായിരുന്നു എന്ന് പറയാം. ഇപ്പൊ ഒരു മിഡ് സീസണിൽ ഒരിക്കലും നമുക്ക് പറയാൻ പറ്റില്ല ഇനി ഇങ്ങനെ ഒരു സാധനം വന്നിരുന്നെങ്കിൽ എന്നൊരു സാധനം. ഇപ്പൊ നേരത്തെ പറഞ്ഞല്ലോ, ഇപ്പൊ ഈ ഹോട്ടൽ ടാസ്ക് വന്ന സമയത്ത് ഞാൻ തകർത്തേനെ എന്നുള്ള പറഞ്ഞ പോലെ അതേപോലെ എന്തെങ്കിലും ഇങ്ങനെ ഒരു ഐറ്റം ആണെങ്കിൽ അത് എന്റെ കുറെ കൂടി ഒരു ഈ സീസണിൽ ജഡ്ജ്മെന്റിന്റെ കാര്യത്തിൽ എന്തെങ്കിലും ഒരു കാര്യം സെറ്റ് ചെയ്തിരുന്നെങ്കിൽ ഈ സീസൺ കുറച്ചുകൂടി നന്നായാണ്. അതായത് ഗെയിമുകൾ കളിക്കുമ്പോഴാണെങ്കിലും അതിന്റെ അകത്തുള്ളതിൽ കൂടുതൽ പേരും ജഡ്ജ്മെന്റിൽ ഭയങ്കര വീക്ക് ആയിട്ടുള്ള ആൾക്കാരാണ്. അവർക്ക് ജഡ്ജ് ചെയ്യാനായിട്ടുള്ള കഴിവുകൾ വളരെ കുറവാണ്. എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ള കാര്യം, എൻ്റെ ഒപ്പീനിയനാണ്, ചില മത്സരങ്ങളിൽ അനീതിയായിട്ട് ജഡ്ജ്മെന്റ് ഒരുപാട് തവണ നടന്നിട്ടുണ്ട്. അത് ഓഡിയൻസിന് മനസ്സിലാവുന്നുണ്ട്. അവിടെ പോകുന്നത് ക്രെഡിബിലിറ്റിയാണ്, ഷോയിന്റെയും കൂടി ക്രെഡിബിലിറ്റി അവിടെ പോകുന്നത്. അതായത് നല്ലതിന് നല്ലതെന്ന് പറയാൻ പറ്റുന്നവർ അവിടെ ഇല്ലെങ്കിൽ പിന്നെ അതിന് എന്ത് ക്രെഡിബിലിറ്റി ഉണ്ടെന്നുള്ളതാണ് സത്യം.
അപ്പോൾ ആ ഒരു കാര്യത്തിൽ എന്തെങ്കിലും ബിഗ് ബോസ് ഇടപെട്ടിട്ട് എന്തെങ്കിലും ഒരു സാധനം ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് ബി എ നൈസ് തിങ്. അതായത് ജഡ്ജ്മെന്റ് കൊടുക്കുന്ന സമയത്ത് കഴിവുള്ള ആളുകളെ ജഡ്ജാക്കുക, അല്ലെങ്കിൽ ജഡ്ജ്മെന്റ് ഫെയർ ആയിട്ട് ചെയ്യുന്ന ആളുകളെ ജഡ്ജ്മെന്റിലേക്ക് കൊണ്ടുവരാം. അതെനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ള ഒരു കാര്യം. സ്വാധീനിക്കപ്പെടാനും പാർഷ്യാലിറ്റി കാണിക്കാനും സാധ്യതയില്ലേ? സാധ്യതകളുണ്ട്. പക്ഷേ ഒരു ഗെയിമിനെ, ഒരു ഫിസിക്കൽ ഗെയിമിനെ ജഡ്ജ് ആ ഒരു ജഡ്ജ്മെന്റ് ക്ലിയർ ആയിട്ട് ചെയ്തില്ലെങ്കിൽ അപകടങ്ങൾ സംഭവിക്കും. അർഹതയില്ലാത്തവർ വിജയിക്കും, അർഹതയുള്ളവർ തോൽക്കും. മറ്റേ ആ ഡെൻ ടീമിന്റെ ആ ഒരു സ്കിറ്റിന്റെ കാര്യത്തിലൊക്കെ ഞങ്ങൾക്ക് അറിയാം ഞങ്ങൾ ചെയ്തത് നല്ലതെന്ന്. പക്ഷെ നമ്മളൊന്നും പറയാത്തത് ആ ജഡ്ജസ് ബയസ്ഡ് ആണെന്ന് നമുക്ക് അറിയാവുന്നതുകൊണ്ടാണ്. പക്ഷെ ഓഡിയൻസ് അത് അക്സെപ്റ്റ് ചെയ്തു. ലാലേട്ടൻ വരെ വന്നതെന്ന് പറഞ്ഞു. അപ്പോൾ അതാണ് ഞാൻ പറയണത്, അത് ജഡ്ജ്മെന്റിന്റെ ഇഷ്യൂ ആണ്. ആ അലക്ക ടാസ്കിൽ പുള്ളി 10-25 പീസ് തുണി കൊണ്ട് കൊടുത്തത് അതിൽ നിന്ന് 3 സെലക്ട് ചെയ്തത്. അത് അനാവശ്യ കാരണങ്ങൾ പറഞ്ഞിട്ട് കളയുന്നത്. അവിടെ ജഡ്ജ്മെന്റിന്റെ ഇഷ്യൂ ആണ്. മറ്റേ പല ഇഷ്യൂ. ഇപ്പൊ ജാസ്മിൻ മറ്റേ ബസറടിക്കുന്ന റൗണ്ട് മൊത്തം കുളമാക്കി. ഞാൻ ജാസ്മിൻ്റെ അടുത്ത് പറഞ്ഞു, എന്താ നീ കാണിച്ചത്? ക്യാപ്റ്റനായിട്ട് നിന്നിട്ട്, അതായത് ഭയങ്കര കുട്ടിക്കളിയിൽ നിന്നിട്ട് ചെയ്തു, ഒരു സില്ലി ആയിട്ട് ചെയ്തു. അപ്പോൾ എനിക്ക് ഞാനാണ് ഒരു ജഡ്ജായിട്ട് പെർഫോം ചെയ്യുന്നതെങ്കിൽ ഞാൻ ആ ഗെയിമിനെ പ്രൊഫഷണലായിട്ട് എടുത്ത് മാക്സിമം അതിൽ ഫെയർ ആയിട്ടുള്ള ഔട്ട്പുട്ട് കൊടുക്കാൻ നോക്കും. അങ്ങനത്തെ ജഡ്ജ്മെന്റുകൾ വരണമെന്നാണ് എൻ്റെ ആഗ്രഹം. പലപ്പോഴും ഇത്രയും വലിയൊരു ഗെയിം ഷോയിൽ ഒരു 100 ദിവസം നിൽക്കുന്നുണ്ടെങ്കിൽ നമ്മൾ എത്രയൊക്കെ നന്നായിട്ട് ഗെയിം ചെയ്യുമ്പോഴും നമ്മളെ കംഫർട്ടബിൾ അല്ലാതാക്കുന്ന കുറേയേറെ ഘടകങ്ങളുണ്ടായിരിക്കും. ചില വ്യക്തികളായിരിക്കും, സാഹചര്യങ്ങളായിരിക്കാം. ഒരു പക്ഷെ അങ്ങനെ 100 ദിവസം എത്തി നിൽക്കണമെന്നുണ്ടെങ്കിൽ ഈ 1-2 പേര് പുറത്തായിരുന്നെങ്കിൽ നല്ലതായിരുന്നു എന്ന് തോന്നിയിട്ടുള്ളത് ശരിക്കും ആരായിരുന്നു? ആരുമില്ല. പുറത്താവണമെന്ന ആഗ്രഹത്തിന്റെ പേരിൽ ആരുമില്ല. അതിൽ ഒരാളെ എടുത്ത് കളഞ്ഞതുകൊണ്ട് അവിടെ കംഫർട്ടബിൾ ലെവൽ ഒന്നും കൂടാൻ പോണില്ല. ആര് പോയാലും ഇല്ലെങ്കിലും കംഫർട്ടബിൾ ലെവലൊക്കെ സെയിം ആയിരിക്കും. കാരണം ഒരു 5,000 അല്ല ഒരു 10,000 സ്ക്വയർ ഫീറ്റ് ഏരിയയിലേക്ക് നമ്മളെ കൊണ്ടിട്ട് നമ്മളാകെ കാണുന്ന മുഖങ്ങൾ അതാണ്. 2 ആഴ്ച, ആദ്യത്തെ 2 ആഴ്ച കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ വീട്ടുകാരുടെ പോലും മുഖം നമുക്ക് ഓർമ്മയുണ്ടാവില്ല. നമ്മുടെ ലൈഫ് ഏതാണോ, നമ്മുടെ ഏർലിയർ ലൈഫിനെ കുറിച്ചൊന്നും നമുക്ക് ഒരു ചിന്ത ഉണ്ടാവില്ല. പിന്നെ നമ്മളുടെ ലൈഫും നമ്മുടെ വേൾഡ്, ഭൂമി ചുരുങ്ങി, നമ്മളുടെ ലോകം ചുരുങ്ങി. അതാണ് ലോകം. ദൈവമാണ് ബിഗ് ബോസ്. അശരീരിയാണ്. നമുക്ക് വ്യക്തി അറിയ പോലും ഇല്ലത് ആരാന്ന്. വേറെ ആരെയും നമ്മൾ കാണുന്നില്ല. സ്വപ്നത്തിൽ പോലും നമ്മൾ കാണുന്നത് പുറം ലോകമല്ല, അകം ലോകം. ആ ലോകമാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും, പ്രഷറുകൾ വരും, ഫ്രസ്ട്രേഷൻസ് വരും, ദേഷ്യം വരും, സങ്കടം വരും, സ്നേഹം, പ്രണയം, എന്ത് വേണമെങ്കിലും തോന്നാം. അതൊക്കെ ഭയങ്കര നാച്ചുറൽ ആയിട്ട് മനുഷ്യന് തോന്നുന്ന എല്ലാ ഇമോഷൻസും അതിൻ്റെ അകത്ത് വരും. അതിൽ ഒരാളെടുത്ത് മാറ്റിയതുകൊണ്ട് അവിടെ ഒന്നും മാറാൻ പോണില്ല. പലപ്പോഴും ഈ ഒരു ബിഗ് ബോസ് സീസൺ അതിന്റെ ചർച്ചകളും വിശേഷങ്ങളും അടുത്തൊരു ബിഗ് ബോസ് തുടങ്ങുന്ന വരെയാണെന്ന് പലപ്പോഴും പറയാറുണ്ട്, 1 വർഷം വരെ നീണ്ടു നിൽക്കുന്നു എന്നുള്ളത്. പക്ഷെ ഇപ്പോഴും സീസൺ 6 നടക്കുമ്പോഴും അകത്തൊരു ബിഗ് ബോസ് നടക്കുന്നു, പുറത്തൊരു ബിഗ് ബോസ് നടക്കുന്നുണ്ട് അല്ലെ? അറിയുന്നുണ്ടോ? വന്നിട്ട് കുറെ ഇത്തരം സ്റ്റേറ്റ്മെന്റുകൾ ആ മത്സരാർത്ഥികൾ തന്നെ 2 ചേരി തിരിഞ്ഞിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇങ്ങനെ പ്രസ്താവന അല്ലെങ്കിൽ മരാറ് ഇറക്കുമ്പോഴും പറയുമ്പോഴും നമുക്കൊപ്പമുള്ള സഹമത്സരാർത്ഥികളെ അവ മോശമായിട്ട് ബാധിക്കുന്നു, അല്ലെങ്കിൽ ഏത് രീതിയിലായിരിക്കും അത് എഫക്ട് ചെയ്യാൻ പോകുന്നത്? എനിക്ക് അതിനെക്കുറിച്ച് ആധികാരികമായിട്ട് സംസാരിക്കാൻ അറിയില്ല. കാരണം ഐ എം നോട്ട് ലൈക്ക് വെരി നോൺ ടു ദിസ് മാറ്റർ. എനിക്ക് അതിനെക്കുറിച്ച് ക്ലിയർ ആയിട്ടുള്ള കാര്യങ്ങൾ അറിയില്ല. എനിക്ക് പേഴ്സണൽ ഒപ്പീനിയനിൽ എനിക്ക് പറയാൻ, ഞാൻ ഈ പറയുന്ന അലിഗേഷൻസ് ഒന്നും അനുഭവിച്ചിട്ടില്ല. അതായത് എനിക്ക് ഈ കാസ്റ്റിംഗ് കൗച്ചിനെ കുറിച്ചൊരു അറിവില്ല. എൻ്റെ അടുത്ത് വളരെ നോർമലായിട്ട്, വളരെ പ്രൊഫഷണലായിട്ടാണ് ഈശാൻ്റെ ടോട്ടൽ ഹാൻഡിൽ ചെയ്തത്. ഇൻ്റർവ്യൂസ് ആണെങ്കിലും, എൻ്റെ ഈ പറയുന്നതിൻ്റെ അകത്തേക്കുള്ള പരിപാടികളാണെങ്കിലും, ഓഡിഷൻസ് ആണെങ്കിലും, മറ്റേതും സൈക്കോളജിസ്റ്റ് ആയിട്ടുള്ള മീറ്റിംഗ് ആണെങ്കിലും എല്ലാം ഭയങ്കര പ്രൊഫഷണലായിട്ടാണ് അവർ ഹാൻഡിൽ ചെയ്തത്. ഹൗസിൻ്റെ അകത്തും ഒരു തരത്തിലുള്ള സ്ക്രിപ്റ്റഡോ ഇതും ഞാൻ കണ്ടിട്ടില്ല. ഗെയിമിനെ ട്വിസ്റ്റ് ചെയ്യാനായിട്ട് പൂർണ്ണമായിട്ടുള്ള അധികാരം ഗെയിം ഓൺ ചെയ്യുന്നവർക്കുണ്ട്, ബിഗ് ബോസിനുണ്ട്. അപ്പോൾ ഇപ്പോൾ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഗെയിമിൽ ഒരു സ്ട്രെങ്ത് വെച്ച് കളിക്കേണ്ട ഒരു, അല്ലെങ്കിൽ ഒരു എൻഡുറൻസ് ഗെയിമിൽ ഇപ്പം ഞാനും റോഹൻ ഒരു ഭയങ്കര ഇൻ്റലിജൻറ്റ് പേഴ്സണാണ്, ഞാൻ ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. ബിഗ് ബോസിനെ തീരുമാനിക്കാൻ ഇതിൽ ആരെ ജയിപ്പിക്കണമെന്ന്. അതെങ്ങനെയാന്ന് വെച്ചാൽ കൊടുക്കുന്ന ഗെയിം അനുസരിച്ചിട്ടിരിക്കും. ഇപ്പോൾ ഒരു ഇന്റലിജന്റ് ഗെയിം തന്നാൽ റോഹനെ ജയിക്കും, സെയിം ടൈം സ്ട്രെങ്ത് ഗെയിം തന്നാൽ ഞാനേ ജയിക്കും. അല്ലെങ്കിൽ ഞാൻ 5 പ്രാവശ്യം ഒന്നുമില്ല, അല്ലെങ്കിൽ ഞാൻ 8 പ്രാവശ്യം പവർ റൂമിൽ ഇരുന്നേനെ. അതായത് ആ മറ്റേ വലിച്ചു നിർത്തുന്നതിൽ പവർ റൂമിൽ നിന്ന് ഇറങ്ങാൻ കാരണം ജിൻഡോ ചേട്ടൻ അപ്പുറത്ത് സ്ട്രോങ് ആയിട്ടുള്ള വ്യക്തി ഉള്ളതുകൊണ്ടാണ്. വടംവലിയിൽ വീണ്ടും പവർ റൂമിൽ നിന്ന് എനിക്ക് പോകാൻ കാരണം ജിൻഡോ ചേട്ടൻ ഉള്ളതുകൊണ്ടാണ്. ഞാൻ തിരിച്ച് പവർ റൂമിലേക്ക് കയറിയതിന്റെ മറ്റേ കഥ പറച്ചില്, ഇന്റലിജൻസ്, അതെന്റെ ഗെയിമായിരുന്നു. അതെനിക്ക് മെമ്മറി ഉണ്ടെന്ന് ബിഗ് ബോസിന് അറിയാം. അങ്ങനെ എനിക്ക് വിശ്വസിക്കാൻ ആഗ്രഹമുണ്ട്, ഞാൻ പറയണം അങ്ങനെ ആവണം എന്നല്ല. അപ്പൊ എനിക്ക് ഫേവർ ചെയ്തിട്ടുള്ള ഒരു ഗെയിമായിരുന്നു. അപ്പോൾ ഓരോരുത്തർക്കും പല അവസരങ്ങളും ബിഗ് ബോസ് ആയിട്ട് തന്നെ ഒരുക്കി തരും, അവർക്ക് തീരുമാനിക്കാം. അതല്ലാതെ ഇറ്റ്സ് നോട്ട് എ സ്ക്രിപ്റ്റഡ് ഷോ. നമ്മൾ പുറം ലോകമായിട്ട് ഒരു ബന്ധമില്ല, അതിൻ്റെ അകത്ത് വേറെ ആരെയും നമ്മൾ കാണുന്നില്ല. ഫോണൊക്കെ ജാസ്മിൻ്റെ ഒരു റീൽ ഞാൻ കണ്ടു, എന്തോ കുട്ടിയിട്ടൊന്നോ എന്തോ അവൾ പറഞ്ഞതിൽ എന്തോ ഒരു സാധനം അങ്ങനെ കേട്ടത്. അതിൻ്റെ അകത്ത് ഫോൺ ഉപയോഗിക്കാമെങ്കിൽ ഞങ്ങൾക്ക് എന്നേ ഞങ്ങളുടെ ടോട്ടൽ പരിപാടി മാറ്റാം. പക്ഷെ ആ ഒരു ഫോൺ കോൾ വന്ന് അതിന് കൃത്യമായിട്ട് എന്തൊക്കെ സംസാരിച്ചു എന്നുള്ളതിന് ഒരു ക്ലാരിറ്റി കൊടുക്കാത്തത് എവിടേക്കോ എനിക്കറിയാവുന്ന ക്ലാരിറ്റി ഞാൻ വ്യക്തമായിട്ട് കൊടുത്തു. ഫസ്റ്റ് ഓഫ് ഓൾ കൺഫ്യൂഷൻ റൂമിന്റെ അകത്ത് നടക്കുന്ന കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാൻ പാടില്ല എന്ന് റൂൾ ഉണ്ട് ശരിക്കും. പക്ഷെ അങ്ങനെ ഒരാൾക്ക് മാത്രം വീട്ടിൽ നിന്ന് ഒരാൾ വിളിക്കുമ്പോൾ
അല്ലെങ്കിൽ പുറം നിന്ന് എന്തൊരു ആളുകളുടെ പ്രതികരണം അല്ലെങ്കിൽ ആളെങ്ങനെ കാണും എന്നുള്ളത് അറിയാനുള്ള ഒരു അവസരം വരുമ്പോൾ സ്വാഭാവികമായിട്ട് അവിടെ നിന്ന് കളിക്കുന്ന രീതികൾ മാറില്ലേ? സ്ട്രിക്ട്ലി പേഴ്സണൽ ആയിട്ടുള്ള, അതായത് അവരുടെ ഹെൽത്ത് ഇഷ്യൂസിന്റെ കോൾ ആയിരുന്നു, അതുകൊണ്ടായിരിക്കണം അത് ചിലപ്പോൾ ബ്രോഡ്കാസ്റ്റ് ചെയ്യാതിരുന്നത്. അല്ലെങ്കിൽ കുറച്ചൊക്കെ കൺഫെഷൻ റൂമിന്റെ കാര്യങ്ങൾ ബ്രോഡ്കാസ്റ്റ് ചെയ്യാറുണ്ടെന്ന് തോന്നുന്നു. ബേസിക്കലി കൺഫെഷൻ റൂമിന്റെ അകത്തുള്ള സാധനങ്ങൾ പുറത്ത് കാണിക്കേണ്ടതില്ല. പുറത്ത് പറയാനും പാടില്ല, കാണിക്കാനും പാടില്ല എന്നുള്ളതാണ് റൂൾ ബുക്കിലുള്ള കാര്യം. അപ്പോൾ അന്ന് പക്ഷെ എൻ്റെ അടുത്ത് ജാസ്മിൻ പറഞ്ഞിട്ടുണ്ട് എന്താണ് കൺഫെഷൻ റൂമിൽ സംസാരിച്ചെന്നുള്ളത്. അനിയനാണ് സംസാരിച്ചത്, വാപ്പയ്ക്ക് വയ്യ, ഹാർട്ടിൽ എന്തോ ബ്ലോക്ക് വന്നു, അഡ്മിറ്റ് ചെയ്തേക്കാണ്, പക്ഷേ സർജറി വെള്ളിയാഴ്ചത്തേക്ക് എന്തോ ആണ് പോസ്റ്റ് ചെയ്തേക്കുന്നത് എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് പറഞ്ഞു താത്തി നന്നായിട്ട് കളിക്കുന്നുണ്ട്, ഒറ്റയ്ക്ക് കളിക്കുക താത്തി എന്തോ പറഞ്ഞു. ഇത്രേ പറഞ്ഞിട്ടുള്ളൂ. ഇതാണ് എനിക്കറിയാവുന്ന സത്യം. ഉണ്ട്. അതിന്റെ ഒപ്പം നാട്ടിൽ എങ്ങനെയാണ് ഫേസ് എന്നുള്ള ഒരു സാധനം മാറിയതിനെ കുറിച്ചൊന്നും ജാസ്മിൻ അറിയില്ലായിരുന്നു. ഇല്ല, പക്ഷെ ഭയങ്കരമായിട്ട് കരഞ്ഞത് അവന്റെ ശബ്ദത്തിൽ നിന്ന് അവള് ഭയങ്കരമായിട്ട് എന്തോ ഒരു സാധനമൊക്കെ കിട്ടിയെന്ന് തോന്നുന്നു. അങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുപോലെ തന്നെ ഇപ്പൊ ഒരു ബ്ലോക്ക് വരേണ്ട ആവശ്യം എന്താണെന്നുള്ളത് ചിലപ്പോൾ ചിന്തിച്ചിട്ടുണ്ടാവാം. അപ്പൊ അകത്തുനിന്ന് നമുക്കറിയാം, അകത്ത അവസ്ഥ നിങ്ങൾ പുറത്തുള്ള അവസ്ഥ തന്നെയാണ്. അകത്തും ഒറ്റപ്പെടുത്തി അത്രയും വിഷമിപ്പിച്ചിട്ട് തന്നെയാണ് നിൽക്കുന്നത്. അപ്പോൾ നമ്മൾക്ക് നാച്ചുറലി ഒരു മനുഷ്യന് നോർമലായിട്ട് ചിന്തിക്കാം, ഓക്കെ അപ്പോൾ ചിലപ്പോൾ ഇവിടെ നടക്കുന്ന സാധനം അവരെ അഫക്റ്റ് ചെയ്യുന്നതുകൊണ്ടായിരിക്കാം ഇങ്ങനെ ഒരു ഇഷ്യൂ വന്നത്. അതിൽ ആരായാലും വിഷമിക്കും. നമ്മുടെ ഫാമിലിനെ അത് നമ്മൾ എത്ര നല്ലതോ തെറ്റോ എന്ത് ചെയ്താലും എൻ്റെ കുടുംബത്തിനെ അഫക്റ്റ് ചെയ്യുന്നു, എൻ്റെ അപ്പനെ അത് അഫക്റ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ എൻ്റെ ഹൃദയം തകരും. അത് ഭയങ്കര നോർമലായിട്ടൊരു റിയാക്ഷൻ. അതിൽ പ്രത്യേകിച്ച് ബിഗ് ബോസ് ഒരു ഫേവറും അവർക്ക് കൊടുത്തിട്ടില്ല, എനിക്ക് തോന്നുന്നില്ല, എൻ്റെ അറിവിലില്ല. ഓക്കെ, അപ്പൊ എന്തായാലും നമ്മളെന്തായാലും ഇനിയുള്ള മുന്നോട്ടുള്ള വഴികളിലെ ആരായിരിക്കും ടോപ്പ് 5 എന്നുള്ള ചർച്ചകൾ ഓൾറെഡി തുടങ്ങി കഴിഞ്ഞു അല്ലെ? കുറെ കൂടി അധികാരമായിട്ട് സംസാരിക്കാൻ പറ്റുന്ന ഒരാൾ കൂടിയാണ് ഗബ്രി. എങ്കിൽ ഞാൻ ഒരു ടോപ്പ് 5 പറയാം. അങ്ങനെ ടോപ്പ് 5 പറയണ്ട, ഞാനൊരു 8 പേരെ പേര് പറയാം. അതിൽ ആ ടോപ്പ് 5 ആര് വരുന്നു എന്നുള്ള രീതിയിലേക്ക് ആള് വരുമ്പോൾ ഒന്ന് വിസിലടിച്ചാൽ മതി. യെസ്, സോ ഞാൻ ലിസ്റ്റ് മെല്ലെ തുടങ്ങുകയാണ്. ഫസ്റ്റ് ജിൻഡോ. അല്ല, ഒരു മിനിറ്റ്, അതെന്താ അത്ര ഉറപ്പാണോ? പുള്ളി വരും. ആണ്, വരും. അർജുൻ. അർജുന്റെ സപ്പോർട്ട് എന്ന് പറയുന്നത് എക്സ്ട്രാ ഓർഡിനറി ആണ്. നന്ദന വരില്ല. അൻസിബ എന്റെ അഭിപ്രായത്തിലില്ല. ഇല്ല. അഭിഷേക് ഇല്ല. ശ്രീതു ഒരു ആലോചന, ഒരു പകുതി വിസിൽ കൊടുക്കണമെന്നുണ്ട്. ആണല്ലേ? അല്ല, പക്ഷെ ഇല്ല, ഫുള്ള് കണക്കിലെടുക്കുള്ളൂ. റസ്മിൻ ഇല്ല. അപ്സര, ഋഷി, നോറ ഇല്ല. ഒരു സൈഡ് പോലും ആലോചിക്കാനുള്ള സമയം വേണ്ട. സിജോ. നാലായില്ലേ? ആ, ഓക്കെ. ജാസ്മിൻ. ആക്ച്വലി അത് വെയിറ്റ് ചെയ്യുന്ന ഒരാൾ അതിനു വേണ്ടി വെച്ചിട്ടാണ്. 4 ആയെങ്കിൽ 5ാമത്തെ. എന്നെ സംബന്ധിച്ച് ഇപ്പൊ വീട്ടില് വിന്നറായിട്ട് ഞാൻ കൺസിഡർ ചെയ്യുന്നത് ജാസ്മിനെ. കാരണം ബിഗ് ബോസ് എന്നുള്ള ഗെയിമിനെ ബേസ് ചെയ്ത് നോക്കുന്ന സമയത്ത് ആ ഗെയിമിന്റെ ഏറ്റവും ഫെയർ ആയിട്ട് നിന്നിട്ടുള്ളത് ജാസ്മിനാ. ട്രാൻസ്ഫോർമേഷൻ ഭയങ്കര ക്ലിയറാ, സ്ട്രഗിൾ ഭയങ്കര ക്ലിയറാ. മറ്റേ പ്രഷർ സിറ്റുവേഷൻ ഗെയിമുകളിലാണെങ്കിലും സംസാര ശൈലിയിലാണെങ്കിലും മറ്റേ പ്രൊവോക്കേഷനിലാണെങ്കിലും ട്രിഗറിലാണെങ്കിലും എല്ലാ പെർസ്പെക്റ്റീവിലും ഏത് പെർസ്പെക്റ്റീവിൽ എടുത്ത് നോക്കിക്കഴിഞ്ഞാലും അവളുടെ ഗ്രാഫ് ഭയങ്കര വൈബ്രന്റ് ഗ്രാഫാണ്. അത്രയും ഗ്രാഫ് ഇപ്പം ആ വീട്ടിൽ ആർക്കും ഇല്ല. ജിൻഡോ ചേട്ടൻ ഉണ്ട്. ജിൻഡോ ചേട്ടൻ ഗ്രാഫ് ഇസ് സെൽഫ് മെയ്ഡ്. ജാസ്മിൻ പക്ഷെ അത്രയും പ്രഷർ സിറ്റുവേഷനിൽ അനുഭവിച്ച് വന്ന് സ്വന്തമായിട്ട് തരണം ചെയ്ത് നിൽക്കുന്ന ഒരാളാണ്. അങ്ങനെ നിൽക്കുന്ന ആരുമില്ല. സിജോ ഓൾസോ ആ കൺസിഡറേഷൻ കൊടുക്കാൻ കാരണം അത്രയും സിക്കായിട്ട് പോലും തിരിച്ചു വന്ന് മത്സരിക്കാനായിട്ട് അവൻ 30 ദിവസം ഒരു ഇരുട്ടുമുറി എന്ന് ഉദ്ദേശിച്ചത് ഒരു സ്ഥലത്ത് ഒറ്റയ്ക്ക് താമസിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് എക്സ്ട്രീംലി പെയിൻഫുൾ. അപ്പൊ ആ കാര്യത്തിലൊക്കെ നോക്കുന്ന സമയത്ത് അവർ 3 പേരുമാണ് എനിക്ക് ഏറ്റവും റിസൈലന്റ് ആയിട്ട് അതിന്റെ അത് ഫീൽ ചെയ്തിട്ടുള്ളത്. പക്ഷെ ഈ 5 പേരെ പേര് പറയാൻ വന്നതിൽ എവിടേക്കോ പറഞ്ഞു പോയവർക്ക് ജാസ്മിൻ അല്ല, ജാസ്മിൻ എന്നുള്ള രീതിയിലേക്ക് ആ ഒരു സ്ഥാനം, ആ സ്പേസ് എന്നുള്ള രീതിയിലേക്ക് ആലോചന ഉണ്ടാവാൻ ഞാൻ പറഞ്ഞത്. ഇപ്പോഴത്തെ ടോപ്പ് 5 പ്രെഡിക്ട് ചെയ്യാൻ ഭയങ്കര പാടാ. ഇത് എനിക്ക് വരണമെന്ന ആഗ്രഹമുള്ള ടോപ്പ് 5 കൂടിയാണ് ഞാനിപ്പോ പറഞ്ഞത്. 6 ജാസ്മിൻ അടക്കം. ഓക്കെ, അതാ ഞാൻ പറയാം. അപ്പൊ ടോപ്പ് 6 എനിക്ക് വരണം. ഇപ്രാവശ്യം ടോപ്പ് 5 കോൺസെപ്റ്റ് ഉണ്ടോന്ന് പോലും നിങ്ങൾക്ക് അറിയില്ല. കാരണം നെറ്റ് സീസൺ കഴിഞ്ഞിട്ട് ഇപ്പോഴും അതിന്റെ അകത്ത് 10-16 പേരുണ്ട്. എനിക്ക് വരണമെന്ന് ആഗ്രഹമുള്ളവരെയാണ് ഞാൻ ഇപ്പൊ പറഞ്ഞത്. അതായത് ഗെയിം കണ്ടിട്ട് ഡിസേർവിംഗ് ആയിട്ട്, എനിക്ക് ഡിസേർവിംഗ് മാത്രമല്ല സപ്പോർട്ട് ആൻഡ് ഡിസേർവിംഗ്. ഇത് ഈ ഒരു എന്റെ അനലൈസിസിൽ എനിക്ക് തോന്നിയ കാര്യമാണ് ഞാൻ പറഞ്ഞത്. സിജോ, ജാസ്മിൻ, ജിൻഡോ ആർ റിയലി ഗുഡ് ഗെയിമേഴ്സ് റൈറ്റ് നൗ. സിജോ ആ ഒരു ഇന്നർ ഗെയിം ഭയങ്കര സ്മാർട്ടാ. ജിൻഡോ ചേട്ടൻ കളിക്കുന്നുണ്ട്. ജിൻഡോ ചേട്ടൻ കറക്റ്റ് ആയിട്ട് സാധനം കൊടുക്കും, കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്യും പുള്ളി. ജാസ്മിൻ ഇസ് ദ ബെസ്റ്റ്.
in there right now she's the best. And പലപ്പോഴും ബിഗ് ബോസിന് അകത്ത ആളുകളെ കുറിച്ച് പറയുന്നു, പക്ഷെ നമ്മൾ ആളുകൾ കേൾക്കാൻ ആഗ്രഹമുള്ള ഒരു കാര്യമാണ് ബിഗ് ബോസ് ഹൗസ് ആക്ച്വലി എങ്ങനെയുണ്ട് അവിടുത്തെ ഫെസിലിറ്റീസ്, വീട് എങ്ങനെയുണ്ട്? ഒരു 300 പേര്, if I'm not wrong, 300 people 24/7 വർക്ക് ചെയ്തിട്ടാണ് ആ സെറ്റ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഇറ്റ്സ് എ ഹ്യൂജ് സെറ്റ് തന്നെയാണ് അത്. the way they've created that set is extraordinary.